ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ നമ്മളിന്ന് ലേറ്റായിട്ടാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഒരു 8 മണി 8:30 ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആസ് യൂഷ്വൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചു. അതവിടെ ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് പുട്ടിനുള്ളത് നനച്ച് വയ്ക്കാം. നേരം വൈകി എണീക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ് പുട്ട്. ഇവിടെ ആകുമ്പോൾ പഴം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പിന്നെ എനിക്ക് കറിയൊന്നും ഉണ്ടാക്കണ്ട. കറി ഉണ്ടാക്കാനാണെന്ന് വെച്ചാൽ എനിക്ക് കടലക്കറി വെക്കാനും അറിയില്ല. ഞാൻ എങ്ങനെ വെച്ചാലും അത് നന്നാവാറില്ല. അതുകൊണ്ട് ഞാൻ കടലക്കറി വെക്കാറില്ല. പക്ഷേ എനിക്ക് പുട്ടും കടലക്കറിയാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് വെക്കാൻ അറിയാത്തതുകൊണ്ട് ഞാനത് വെക്കാത്തതാണ്. അപ്പോൾ നമ്മൾ പുട്ടിന് നനച്ച് വെച്ചിട്ട് ഇതേ ഒരു കഷ്ണം നാരങ്ങയും പിഴിഞ്ഞൊഴിച്ച് ഒരു കപ്പ് വെള്ളം കുടിക്കാൻ വേണ്ടി ജനലിൻ്റെ അവിടെ പോയിരിക്കാം. ഇന്ന് കുറച്ചുകൂടി നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഇന്നലെ മഴ പെയ്തിരുന്നു. അപ്പം മഴ പെയ്തതിൻ്റെ ഒരു ചെറിയ തണുപ്പും നല്ല രസമായിരുന്നു ഇന്നത്തെ കാലാവസ്ഥ. സോ ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നുണ്ടാവും. പിന്നെ വന്ന് തേങ്ങ പൊളിക്കണമായിരുന്നു. പൊളിച്ച് വെച്ച് ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നില്ല. സോ നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ച് ദേ പുട്ടും കുറ്റിയിൽ വെള്ളം തിളന്ന പിന്നെ ആ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് തേങ്ങയും ചിരകി വരാമല്ലോ. അപ്പോൾ ടൈം ഏകദേശം കാൽക്കുലേഷനൊക്കെ ആവും. അതുകൊണ്ട് അതവിടെ വെച്ചു. ദേ പുട്ടും കുറ്റി കയറ്റി വയ്ക്കാൻ പോവുകയാണ്. പുട്ടാവട്ടെ. എന്നിട്ട് നമുക്ക് സിമ്പിൾ മിനി വ്ളോഗാണേ. അതായത് ഫുൾ ഡേ ഒന്നുമില്ല. എനിക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ എനിക്ക് കാണിക്കാനായിട്ട് ഇവിടെ ഒന്നുമില്ല. അതാണ് സംഭവം. ഞാൻ മെയിനായിട്ട് ചെയ്യുന്നൊരു കലാപരിപാടി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റമാണ്. അപ്പം എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ മിനി വ്ളോഗ്സേ ഉള്ളൂ. സോ ചായയായി, ഒരു മുട്ട പുഴുങ്ങിയത്, പഴപ്പിട്ട് ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ ഓൾ.